Hi. Thank you. ഹായ് ഗൈസ്. സോ നമ്മുടെ ഡേ 2-ന് നമ്മുടെ റൂം നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ റിസപ്ഷനിൽ പോയിട്ട് കീ എല്ലാം മേടിച്ചു. ഞങ്ങളിപ്പോൾ വന്നു, ഞങ്ങളൊരാൾ ഗൈഡ് ചെയ്ത് ഇതുവരെ കൊണ്ടുവന്നു. അപ്പം റൂം ഞാൻ കാണിച്ചു തരാം. ഇത് കയറി വരുന്ന വഴി ഒരു ഹ്യൂജ് ബെഡ്റൂമാണ്. ഇതാണ് ബെഡ്. നമ്മുടെ കബോർഡും സാധനങ്ങളൊക്കെ. പോകുന്നതിന് മുന്നേ ബാത്റൂം കാണിച്ചു തരാം. ബാത്റൂം കാണിക്കാനൊരു കാരണമുണ്ട്. ഇതിനകത്തൊരു ഹോട്ട് വാട്ടർ ജക്കൂസി ഉണ്ട്. ഇതിനകത്ത് എൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. ടോയ്ലറ്റ്, ഇവിടെ ഒരു ഷവർ റൂം. അപ്പോൾ അതാണ് ബാത്റൂം. പിന്നെ നമ്മൾ നേരെ ഇങ്ങോട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഷെൽഫ്, ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ, കുറച്ച് പേർക്കൊക്കെ ഇരിക്കാനും സംസാരിക്കാനും, ഗസ്റ്റൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇരിക്കാനും സംസാരിക്കാനൊക്കെ പറ്റിയൊരു സ്പോട്ട്. പിന്നെ ഇതാണ് വേറെ ഹൈലൈറ്റ്. ഇതിനകത്ത് ഒരു ഇൻഡോർ പൂളുണ്ട്. നമ്മുടെ ബെഡ്റൂമിനകത്ത് ഒരു ഇൻഡോർ പൂളുണ്ട്. പിന്നെ അതിനകത്ത് വെള്ളം ഫില്ല് ചെയ്തിട്ടില്ല. ഞാൻ ഇപ്പോൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഇതിനകത്ത് വെള്ളം ഫില്ലായി വരും. പിന്നെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ഇതൊരു ബാൽക്കണി. ഈ ബാൽക്കണിയിൽ നിന്ന് നേരെ നോക്കിയാൽ അതൊരു വെള്ളച്ചാട്ടമാണ്. ആ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഈ ഒഴുകി പോകുന്നത്. അതിൻ്റെ ശബ്ദമാണ് നമ്മൾ ഈ കേൾക്കുന്നത്. ചോദിച്ചു നോക്കുന്നത് എഴുതി തരുമെന്ന്. പൈസക്കോ? പൈസക്ക് മേടിക്കാനോ ഇവിടെ പൈസ? വെറുതെ തരുമെന്ന് ചോദിച്ചു നോക്ക്. ബിരിയാണി കൊടുത്താലോ? ഈ സ്വിമ്മിംഗ് പൂളിൽ നിറച്ചിരിക്കുന്ന വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോറിനേറ്റ് ചെയ്ത വെള്ളമൊന്നുമല്ല. മറ്റേ പുറത്തെ അരുവിന്നുള്ള വെള്ളം അവർ ഊസിട്ട് എടുക്കുന്നുണ്ടല്ലോ, അതാണ് ഇതിനകത്ത് നിറച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒടുക്കത്തെ തണുപ്പാണ്. അല്ല ഹരി, എങ്ങനെയുണ്ട്? ഞാൻ ഇറങ്ങിയിട്ട് കിടുകിട വറച്ച് കയറിയിരിക്കുക. കുറച്ചു നേരം നിന്ന് കഴിയുമ്പോഴത്തേക്കും അത് ശീലവും. പിന്നെ കേറുമ്പോഴേ നടക്കുള്ളൂ. തണുത്തിട്ട് ഞാനിവിടെ വിറച്ചോണ്ടിരിക്കുക. അപ്പം നമ്മള് റൂമിൽ വന്നു, വെട്ടിക്കാറി അടുക്കി പെറുക്കി പുറപ്പെടാനുള്ള തയ്യാറെടുപ്പ്. നമ്മള് റൂം ചെക്കൗട്ടിന് സമയമായി. ഇപ്പോൾ ഇവിടെ ഏതാണ്ട് 11 മണി അടുത്തായി. ഇപ്പോൾ ചെക്കൗട്ട് ചെയ്യാണ്. കീ റിസപ്ഷനിൽ ഏൽപ്പിക്കണം. ബാഗൊക്കെ ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് പോവാണ്. ഒരു ട്രക്കിംഗ് ഉണ്ട്. അപ്പം ആ ട്രക്കിങ്ങും കൂടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഞങ്ങളുടെ കാറിൽ കയറി തിരിച്ച് ബാംഗ്ലൂർ പോകും. അതാണ് പ്ലാൻ. അപ്പം എന്തായാലും ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങുകയാണ്. ഈ അടിപൊളി റൂമിനോടും റിസോർട്ടിനോട്ടും ഒരു ബൈ നല്ല വിഷമമുണ്ട്. കാരണം ആ ബാൽക്കണിയൊക്കെ എനിക്ക് എത്ര ഇവിടെ നിന്നിട്ടും ഫുൾ എൻജോയ് ചെയ്ത് കഴിഞ്ഞില്ല എന്നുള്ളൊരു ഫീലിങ്സ് ആണ് ഇവിടെ നിന്ന് പോകുമ്പോൾ. അതുകൊണ്ട് ഒട്ടും പോവാൻ തോന്നുന്നില്ല. Bye.
ചെയ്യുന്ന ഒരു നേച്ചർ വാക്കാണ്. ട്രക്കിംഗ് എന്ന് പറയുമ്പോൾ ഒരു സാധാരണ ട്രക്കിംഗ് അല്ല, കാരണം കാടിനുള്ളിൽ അങ്ങനെ അധികം വഴികളൊന്നുമില്ല. അപ്പോൾ നമ്മൾ സ്ട്രീം വാക്കാണ് എടുക്കുന്നത്. അതായത് സ്ട്രീം ഉണ്ടല്ലോ, അതിനകത്ത് കല്ലുകളിൽ ചവിട്ടി ഇങ്ങനെ സ്ട്രീമിനെ ഫോളോ ചെയ്ത്. Most of the rocks are slippery. It's a slippery road. In the terrain it is not clear. Okay, so walk carefully, do not fall. If you're falling down, you will get some problem. 100%. Okay, help each other, teamwork. Second thing, observe carefully where you put your hands and feet. Okay, while using the hands, while catching the plants, rocks everywhere. You saw the snake right now, fully camouflaged. Survival of the fittest. That is a rolling law inside the jungle. Okay. So observe carefully where you put your hands and feet. Don't fall. These two things we have to do. All other things, wildlife, everything, I will take care of it. Okay, I will bring back you safely. Okay. The maximum follow my route. That will be nice. വെസ്റ്റേൺ ഗാട്ട്സിൽ പെടുന്ന നീലഗിരി റിസർവിൽ പെടുന്ന സ്ഥലമാണ്. ഇപ്പോൾ കബ്നി റിവറിൻ്റെ ഒറിജിൻ ഇവിടെയാണ്, ഈ മലയുടെ മുകളിൽ നിന്നാണ്. അത്രയൊന്നും പോകുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഇത് ആ ഒറിജിനാണ്. അതിൻ്റെ ഒരു കൈവഴിയാണ് ഈ ഒഴുകി വരുന്നത്. അപ്പോൾ ആ ഇതിനെ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ വരുമ്പോൾ തന്നെ ഒരു പാമ്പിനെ കണ്ടു. ചെരുപ്പൊന്നും ഇടാതെയാണ് നമ്മൾ പോകുന്നത്. കയറി റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇരുന്നതാണ്. ഇനി കുറച്ച് ദൂരം വെള്ളത്തിൽ കൂടെ നടക്കണം. അതാണ് അടുത്തത്. മേത്ത് തട്ടിയാൽ പട്ടി പിടിക്കും, എത്ര ഉള്ളൂ മുഖത്തൊക്കെ